சார் உட்காருங்க சார். ஏய் உட்கார்றா, நின்று எதுவா? A few moments later. டேய் எருமை மாடு இருந்தா விட்டு இந்த செய்துடா மாடு எருமை மாடு மாடு. மாட்டினியா? இப்ப மாட்டினியா? விட்டு ஏதுற நீ விட்டு. ஏய் உட எப்படி இருக்கா? எங்க அம்மா மேல சத்தியமா என்கிட்ட இல்ல சார். வாயத்தோட இப்படியாமா போட்டா? அப்படி போட வேண்டியதானே? பயத்துல போட்டு சார். இந்தப்பா அப்படி போட்டுருப்பா. ஏய் விட்டு தேடு. എടാ ചാപ്പു എന്ത് സാധനമാണ് ഇത്? എടാ എക്സാം ഹാളില് പലരും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സത്യം പറയണെങ്കിൽ. ഹലോ അലിയ ഒന്ന് എന്നെ ഇങ്ങോട്ട് വിളിക്കൂ. വിളി. എന്തിന്? ഞാൻ പുതിയ റിംഗ്ടോൺ കേക്കാൻ വിളിക്കൂ. ഓ വിളി വിളി. എന്തിനാ? വിളി വിളി. ഇങ്ങോട്ട് വിളി. ഓ ശരി. എന്തിനാ? ഒന്ന് ഇങ്ങോട്ട് വിളിയടാ. എന്റെ തന്തയ്ക്ക് വിളിച്ചാ മതിയാ. മനുഷ്യ ഒന്ന് ഉറങ്ങട്ട്, ഫോൺ വെച്ചിട്ട് പോടാ. എന്തിനാ? മറ്റേ കറുത്ത ഷർട്ട് വൈറ്റ് കൊണ്ടുവന്നാ മതിയല്ലോ അല്ലേ? വിളിക്കാനാ ഇപ്പൊ വിളിച്ചേ. ഓ ഓക്കെ. അച്ഛനില്ലാത്തവനെ ഉത്തമ സുഹൃത്തെ, ഇനി എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിക്ക് ഞാൻ ഫോൺ വഴി അകത്ത് വന്ന് നിന്റെ കച്ചിനെ അടിച്ചു പൊട്ടിക്കും കേട്ടോ. പ്ലേ ബോയ് മവനെ, ഒന്ന് ഉറങ്ങട്ടെ ഞാൻ. എന്നെ കൃത്യനാക്കരുതേ. കോഴി ചാക്കാലെടുക്കാതെ കിടക്കാണ് പട്ടി കോഴി. ഇന്ന് രാത്രി നിങ്ങൾ അല്പം മടിക്കൂടാ പൂവന. എന്ത് വേണം? ഉറക്കോ? ഇല്ല, മുറി അടച്ചിട്ടിട്ട് അകത്തിരുന്നിട്ട് കളിച്ചോണ്ടിരിക്കുന്നു. എന്നിട്ട് തമന്ന എവിടെ? അമ്മളാണോ നീ? അമ്മളോ? എന്റെ രണ്ട് കണ്ണ് കണ്ടോ? അടി പിടി രാവിലെ തന്നെ അടിച്ച് കിണ്ടി അല്ലടാ കള്ള. ഏടെ സത്യമാണോ? ഈ ഉറങ്ങുമ്പോ വിളിച്ച് ശല്യം ചെയ്യുന്ന ഒരു ഈ കൂട്ടുകാരന്മാരില്ലേ, ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആവുന്ന സംഭവമാണ്. ഈ കറക്റ്റ് ഉറങ്ങാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ഉറങ്ങാൻ നല്ല ഉറങ്ങി വരുമ്പോഴായിരിക്കും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നതും ഇങ്ങനത്തെ സൗണ്ട് വരുന്നത്, ഇങ്ങനെ ഫോൺ അടിയും എല്ലാ കാര്യങ്ങളും കേൾക്കുന്നത്. അത് സത്യമാണ്. അത് എന്താണെന്ന് അറിയില്ല, ഒരു പ്രകൃതി നിയമം പോലെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും.